ഹായ് ഡിയേഴ്സ്, വെൽക്കം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6th സ്റ്റാൻഡേർഡിലെ പാർട്ട് 2 ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ ഗ്രെയിൻ ആസ് ബിഗ് ആസ് എ ഹെൻസ് എഗ് എന്ന് പറയുന്നൊരു സ്റ്റോറിയാണ്. സ്റ്റോറിയുടെ സമ്മറിയാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. വൺ ഡേ ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ സം ചിൽഡ്രൻ എ തിങ് ഷേപ്ഡ് ലൈക്ക് എ ഗ്രെയിൻ. ഒരിക്കൽ കുറച്ച് കുട്ടികൾ ഒരു ഗ്രെയിൻ, ധാന്യം പോലെ തോന്നിക്കുന്ന ഒരു വസ്തു കണ്ടെത്താണ്. ബട്ട് ഇറ്റ് വാസ് ആസ് ബിഗ് ആസ് എ ഹെൻസ് എഗ്. പക്ഷേ ആ കണ്ടെത്തിയ ധാന്യത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. എന്താണ്? ഇറ്റ് വാസ് ബിഗ് ആസ് എ ഹെൻസ് എഗ്. ഒരു കോഴിമുട്ടയോളം വലിപ്പമുള്ള ഒരു ധാന്യമായിരുന്നു അത്. എ ട്രാവലർ പാസിംഗ് ബൈ സോ ദ തിങ് ആൻഡ് ബോട്ട് ഇറ്റ് ഫ്രം ദ ചിൽഡ്രൻ ഫോർ എ പെന്നി. അപ്പോൾ അതുവഴി കടന്നു പോയ ഒരു ട്രാവലർ, ഒരു പാസഞ്ചർ ഈ സംഭവം കാണുകയും അയാൾ കുട്ടികളിൽ നിന്ന് ഒരു നാണയം കൊടുത്തിട്ട്, പെന്നി എന്ന് പറഞ്ഞാൽ ഒരു നാണയം, അത് കൊടുത്തിട്ട് ആ സാധനം വാങ്ങുകയും ചെയ്തു. ഹി ടുക്ക് ഇറ്റ് ടു ദ ടൗൺ ആൻഡ് സോൾഡ് ഇറ്റ് ടു ദ കിങ് ആസ് എ ക്യൂരിയോസിറ്റി. അയാൾ അത് എടുത്തു കൊണ്ടുപോയി ടൗണിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഒരു ആകാംക്ഷയുടെ പുറത്ത് അയാൾ അത് രാജാവിന് വിൽക്കുകയും ചെയ്തു. ക്യൂരിയോസിറ്റി മീൻസ് ആകാംക്ഷ. ദ കിങ് കോൾഡ് ഓൾ ദ വൈസ് മെൻ. കിങ് അദ്ദേഹത്തിൻ്റെ എല്ലാ പണ്ഡിതന്മാരെയും വിളിച്ചുകൂട്ടി. ടു ഫൈൻഡ് ഔട്ട് വാട്ട് ദ തിങ് വാസ്. ഈ ഒരു സംഭവം, ഈ ഒരു ധാന്യം എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാ പണ്ഡിതന്മാരെയും വിളിച്ചുകൂട്ടി. നോ വൺ കുഡ് നോ ദ തിങ്. ആർക്കും അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ദെൻ ഇറ്റ് വാസ് നോൺ ബൈ എവ്രി വൺ ദാറ്റ് ഇറ്റ് വാസ് എ ഗ്രെയിൻ ഓഫ് കോൺ. പിന്നീട് കുറേ കഴിഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുകയാണ് അതൊരു ചോളത്തിൻ്റെ മണി, അതായത് ചോളത്തിൻ്റെ ധാന്യമാണ് അതെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ ഇതൊരു ചോളത്തിൻ്റെ ധാന്യമാണെന്ന് കിങ് അറിഞ്ഞല്ലോ. അപ്പോൾ കിങ് ഭയങ്കര സർപ്രൈസ്ഡ് ആവുകയാണ്, ഭയങ്കര ആകാംക്ഷയാവുകയാണ്. ദ കിങ് വാസ് സർപ്രൈസ്ഡ്. കിങ്ങിന് ഭയങ്കര ആകാംക്ഷയായി. ആൻഡ് ഓർഡേർഡ് ദ ലേൺഡ് മെൻ ടു നോ വെൻ ആൻഡ് വേർ സച്ച് കോൺ ഹാഡ് ഗ്രോൺ. എന്നിട്ട് ഈ പണ്ഡിതന്മാരോട് വീണ്ടും കണ്ടുപിടിക്കാൻ പറയാണ്, എവിടെയാണ് ഇത്തരത്തിലുള്ള ചോളം വളരുന്നത്, ഇത്ര വലിപ്പത്തിലുള്ള ചോളം വളരുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറയാണ്. ബട്ട് ദ ലേൺഡ് മെൻ ആഫ്റ്റർ സെർച്ചിങ് ഇൻ ദെയർ ബുക്സ് ഫൗണ്ട് നോ ആൻസർ. പക്ഷേ അവരുടെ ബുക്സിലൊന്നും നോക്കിയിട്ടും ഒന്നും കണ്ടെത്താനായില്ല. But they suggested asking the peasants, as some of them might have heard from their fathers about the size of the corn. പക്ഷേ ഈ പണ്ഡിതന്മാർ ഏതെങ്കിലും കർഷകരോട് ചോദിക്കാൻ പറയുന്നുണ്ട്. മേ ബി അവരുടെ ഏതെങ്കിലും ഫാദേഴ്സ് പറഞ്ഞിട്ട് അവർക്ക് അറിയാൻ മതിയാകും, ഇത്ര വലുപ്പത്തിലുള്ള ചോളത്തിനെ പറ്റി അറിയാൻ മതിയാകും എന്ന് പറയുന്നുണ്ട്. ആസ് പെർ ദ കിങ്സ് ഓർഡർ ഹിസ് സെർവൻസ് ബ്രോഡ് എ വെരി ഓൾഡ് പെസന്റ് ടു ഹിം. അങ്ങനെ രാജാവിൻ്റെ കൽപ്പന പ്രകാരം അദ്ദേഹത്തിൻ്റെ സർവൻസ് അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് വളരെ പ്രായമേറിയ ഒരു ഓൾഡായിട്ടുള്ള പെസൻറ്റ്, കർഷകനെ കൊണ്ടുവരുന്നുണ്ട്. ഹി വാസ് ഓൾഡ് ആൻഡ് ബെൻഡ്. അദ്ദേഹം വളരെ പ്രായമേറിയ ഒരാളും കുനിഞ്ഞിട്ടാണ് നടന്നു വന്നിരിക്കുന്നത്. ആൻഡ് പെയിൽ, അദ്ദേഹത്തിൻ്റെ മുഖം വളരെ വിളറിയ രീതിയിലായിരുന്നു. ആൻഡ് ടൂത്ത്ലെസ്, അദ്ദേഹത്തിന് പല്ലൊന്നും ഇല്ലായിരുന്നു. ഹി കെയിം വിത്ത് ദ ഹെൽപ്പ് ഓഫ് 2 crutches. അദ്ദേഹം 2 ഊന്നുവടികളുടെ സഹായത്തോടു കൂടിയാണ് നടന്നു വന്നത്. ക്രച്ചസ് എന്ന് പറഞ്ഞാൽ ഊന്നുവടി. ഇൻ ടു ദ കിങ്സ് പ്രസൻസ്, രാജാവിൻ്റെ അടുക്കലേക്ക്. ദ കിങ് ഷോഡ് ഹിം ദ ഗ്രെയിൻ. രാജാവ് ഈ ധാന്യം അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു, ഈ ചോളത്തിൻ്റെ ധാന്യം കാണിച്ചു കൊടുത്തു. ആൻഡ് ആസ്ക്ഡ് ഇഫ് ഹി ഹാഡ് സീൻ സച്ച് കോൺ ഓർ ഹാഡ് സോൺ സച്ച് ഇൻ ഹിസ് ഫീൽഡ്. ഇതുപോലൊരെണ്ണം കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതുപോലൊരെണ്ണം തൻ്റെ വയലിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഹി ആൻസേർഡ് ദാറ്റ് ഹി ഹാഡ് നെവർ സോൺ നോർ റീപ്ഡ് എനി ലൈക്ക് ദാറ്റ് ഇൻ ഹിസ് ഫീൽഡ്. പക്ഷെ അയാൾ ഉത്തരം പറഞ്ഞത് എന്താണ്? അദ്ദേഹം ഇതുപോലൊരെണ്ണം കണ്ടിട്ടുമില്ല, അദ്ദേഹത്തിൻ്റെ പാടത്ത് വിളവെടുത്തിട്ടും ഇല്ല. ഹി സജസ്റ്റഡ് ദ കിങ് ദാറ്റ് ഹി മൈറ്റ് ആസ്ക് ഹിസ് ഫാദർ ഹൂ മൈറ്റ് ഹാവ് ഹേർഡ് വേർ സച്ച് ഗ്രെയിൻ ഹാഡ് ഗ്രോൺ. അപ്പോൾ അയാൾ എന്താണ് പറയുന്നത്? മേ ബി ചിലപ്പോൾ എൻ്റെ അച്ഛനോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയാമായിരിക്കും എവിടെയാണ് ഇങ്ങനത്തെ ധാന്യം വളരുന്നതെന്ന്. സോ ദ കിങ് സെൻഡ് ഫോർ ദി ഓൾഡ് മാൻസ് ഫാദർ. അങ്ങനെ രാജാവിൻ്റെ ആളുകൾ ഈ വന്നിരിക്കുന്ന ഓൾഡ് മാൻ്റെ അച്ഛനെ തേടി പോകുന്നുണ്ട്. ഹു വാസ് ബ്രോഡ് ബിഫോർ ദ കിങ്. അങ്ങനെ അദ്ദേഹത്തെ രാജാവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. ഹി കെയിം വാക്കിംഗ് വിത്ത് 1 crutch. അദ്ദേഹം എങ്ങനെയാണ് വന്നത്? ഒരു ഊന്നുവടിയുടെ സഹായത്തോടു കൂടി. അതായത് മകനേക്കാളും ആരോഗ്യവാനാണ് അച്ഛൻ. അച്ഛൻ ഒരു ഊന്നുവടിയും മകൻ 2 ഊന്നുവടികളുടെ സഹായത്തോടും കൂടിയാണ് നടന്നു വന്നത്. ദ കിങ് ഷോഡ് ഹിം ദ ഗ്രെയിൻ. അങ്ങനെ രണ്ടാമത് വന്നിട്ടുള്ള ഇയാളുടെ അച്ഛനെ രാജാവ് ഈ ധാന്യം കാണിച്ചു കൊടുത്തു. ഹി വാസ് ഏബിൾ ടു സീ ഇറ്റ് ബെറ്റർ ദാൻ ഹിസ് സൺ. അദ്ദേഹത്തിന് നല്ല കാഴ്ചശക്തിയൊക്കെ ഉണ്ടായിരുന്നു. മകനേക്കാളും കൂടുതൽ കാഴ്ചശക്തി ഈ വന്ന അച്ഛനും ഉണ്ടായിരുന്നു. ഓൾദോ ദ ഓൾഡ് മാൻ വാസ് റാദർ ഹാർഡ് ഓഫ് ഹിയറിംഗ് ഹി സ്റ്റിൽ ഹേർഡ് ബെറ്റർ ദാൻ ഹിസ് സൺ. അദ്ദേഹത്തിന് ചെറുതായിട്ട് കേൾവിക്കുറവുണ്ടെങ്കിലും മകനേക്കാളും നന്നായിട്ട് അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റും. അതായത് മകനേക്കാളും എല്ലാ രീതിയിലും അദ്ദേഹം ആരോഗ്യവാനാണ്, അല്ലേ?
നന്നായിട്ട് മകനേക്കാൾ നല്ല രീതിയിൽ കേൾക്കാനും പറ്റും, മകനേക്കാൾ നല്ല രീതിയിൽ നടക്കാനും ഒരു ഊന്നൽവടിയുടെ സഹായത്തോടു കൂടിയാണല്ലേ നടക്കുന്നത്. കാണാനും കേൾക്കാനും ഒക്കെ മകനേക്കാളും നല്ല രീതിയിൽ പറ്റുന്നുണ്ട് അല്ലേ. When he was asked by the king whether he had sown such grain or had reaped such a corn like that, he answered that he had never sown or nor reaped any corn in his field. അപ്പോൾ രാജാവ് നേരത്തെ ചോദിച്ച സെയിം ചോദ്യം തന്നെയാണ് ഇയാളോടും ചോദിക്കുന്നത്. എന്താണ്, ഇതുപോലത്തെ ഇത്ര വലിപ്പത്തിലുള്ള ധാന്യം എവിടെയാണ് ഉണ്ടാകുന്നത് താങ്കൾക്ക് അറിയാമോ? അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതുപോലൊരെണ്ണം താങ്കളുടെ വയലിൽ ഉണ്ടാക്കിയിരുന്നോ എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ അതിനെന്താ റിപ്ലൈ കൊടുക്കുന്നത്? ഹി ഹാഡ് നെവർ സോൺ നോർ റീപ്ഡ്. ഇയാൾ ഒരിക്കലും ഇതുപോലൊരെണ്ണം കണ്ടിട്ടുമില്ല, ഇതുപോലൊരെണ്ണം വിളവെടുത്തിട്ടും ഇല്ല. ഹി സജസ്റ്റഡ് ദാറ്റ് ദ കിങ് ഹാഡ് ബെറ്റർ ആസ്ക് ഹിസ് ഫാദർ. അപ്പോൾ ഈ രണ്ടാമത് വന്നിരിക്കുന്ന ആളും എന്താണ് പറയുന്നത്? തൻ്റെ അച്ഛനോട് ചോദിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് അറിയാമായിരിക്കും അല്ലേ. ഇയാളും പറയുന്നത് എന്താണ്? ഒരുപക്ഷെ തൻ്റെ അച്ഛനോട് ചോദിച്ചാൽ അറിയുമായിരിക്കും അല്ലേ. സോ ദ കിങ് സെൻഡ് ഫോർ ദി ഓൾഡ് മാൻസ് ഫാദർ. അങ്ങനെ രാജാവ് രണ്ടാമത് വന്നിരിക്കുന്ന ഓൾഡ് മാൻ്റെ അച്ഛനെ തേടിയിട്ട് സെർവൻസിനെ പറഞ്ഞയക്കും. ഹി വാസ് ബ്രോഡ് ബിഫോർ ദ കിങ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അച്ഛനെ ഈ മൂന്നാമതൊരാളെ കൊണ്ടുവരികയാണ് അല്ലേ. ഹി വാക്ക്ഡ് വിത്തൗട്ട് ക്രച്ചസ്. അദ്ദേഹം എങ്ങനെയാണ് വന്നിരിക്കുന്നത്? വിത്തൗട്ട് ക്രച്ചസ്, ഒരു ഊന്നൽവടിയുടെയും സഹായമില്ലാതെ തൻ്റെ സ്വന്തം കാലുകൾ കൊണ്ടാണ് അദ്ദേഹം നടന്നു വന്നത് അല്ലേ. ഇതെന്താണ് കാണിക്കുന്നത്? തൻ്റെ മക്കളെക്കാളും കൊച്ചുമകനേക്കാളും നല്ല രീതിയിൽ ആരോഗ്യവാനായ രീതിയിൽ ഫുള്ളി എനർജറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ആൾ വന്നിട്ടുള്ളത്. ഹിസ് ഐസൈറ്റ് വാസ് ക്ലിയർ. അദ്ദേഹത്തിൻ്റെ കാഴ്ചശക്തി നല്ല ക്ലിയർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണിന് ഒരു കുഴപ്പവുമില്ലായിരുന്നു. ഹിസ് ഹിയറിംഗ് വാസ് ഗുഡ് ടു. അദ്ദേഹത്തിൻ്റെ കേൾവി ശക്തിയും നല്ലതായിരുന്നു. ഹി സ്പോക്ക് ഡിസ്റ്റിങ്ക്ട്ലി. അദ്ദേഹം നല്ല ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ദ കിങ് ഷോഡ് ഹിം ദ ഗ്രെയിൻ. രാജാവ് അദ്ദേഹത്തിന് ഈ ധാന്യം കാണിച്ചു കൊടുത്തു. ദ ഓൾഡ് മാൻ ലുക്ക്ഡ് അറ്റ് ഇറ്റ്. അദ്ദേഹം അതിലേക്ക് നോക്കി. ആൻഡ് ടേൺഡ് ഇറ്റ് എബൌട്ട് ആസ് ഇൻ ഹിസ് ഹാൻഡ്. എന്നിട്ട് അദ്ദേഹം അതേ കയ്യിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കി. ആൻഡ് ടേസ്റ്റഡ് എ പീസ് ഓഫ്. നിന്നൊരു കഷ്ണം എടുത്തിട്ട് ടേസ്റ്റും നോക്കി. ദ കിങ് വാണ്ടഡ് ടു നോ വെദർ ഹി ഹാഡ് എവർ ബോട്ട് എനി ലൈക്ക് ദാറ്റ് ഓർ സോൺ എനി ലൈക്ക് സച്ച് ഇൻ ഹിസ് ഫീൽഡ്. രാജാവിന് അറിയേണ്ട കാര്യം എന്താണ്? ഇയാൾ ഇതുപോലൊരെണ്ണം മുന്നേ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അതുപോലൊരെണ്ണം തൻ്റെ പാടത്ത് ഉണ്ടാക്കിയിരുന്നോ എന്നാണ് രാജാവിന് അറിയേണ്ടത്. ഇപ്പോൾ വന്നിരിക്കുന്നത് മൂന്നാമത്തെ പെസൻ്റാണല്ലേ. ആദ്യം വന്നത് ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ അച്ഛനെ രണ്ടാമത് വിളിച്ചു വരുത്തി, വീണ്ടും രണ്ടാമത് വന്നയാളുടെ അച്ഛനെ വിളിച്ചു വരുത്തിയാണല്ലേ. ദ ഓൾഡ് മാൻ റിപ്ലൈഡ് ദാറ്റ് കോൺ ലൈക്ക് ദാറ്റ് യൂസ്ഡ് ടു ഗ്രോ എവ്രിവെയർ ഇൻ ഹിസ് ടൈം. അപ്പോൾ ഇദ്ദേഹം എന്താണ് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇതുപോലത്തെ ചോളമായിരുന്നു എല്ലായിടത്തും ഉണ്ടായിരുന്നത്. ദേ വർ സോയിങ് ആൻഡ് റീപ്പിംഗ് ആൻഡ് ത്രഷിങ് കോൺ ലൈക്ക് ദാറ്റ് സൈസ്. വിതച്ചിരുന്നതും കൊയ്തിരുന്നതും അതുപോലെ നട്ടിരുന്നതും എല്ലാം ആ വലിപ്പത്തിലുള്ള, ഈ കോഴിമുട്ടയോളം ഒരു വലിപ്പത്തിലുള്ള ചോളത്തിൻ്റെ ധാന്യങ്ങളായിരുന്നു. ഈച്ച് മാൻ ഹാഡ് കോൺ ഇനഫ് ഓഫ് ഹിസ് ഓൺ. ഓരോ ആളുകൾക്കും അവനവന് വേണ്ട ധാന്യം അവനവൻ തന്നെ കണ്ടെത്തിയിരുന്നു. അതായത് അവനവന് വേണ്ടത് അവനവൻ്റെ പക്കൽ തന്നെ ഉണ്ടായിരുന്നു. ദ കിങ് വാണ്ടഡ് ദ ആൻസർ ഓഫ് 2 more questions. വൈ വാസ് ഹിസ് ഗ്രാൻഡ് സൺ വാക്ക്ഡ് വിത്ത് 2 crutches, ഹിസ് സൺ വിത്ത് 1 ആൻഡ് ഹീ ഹിംസെൽഫ് വിത്ത് നോൺ. പിന്നീട് ഇതെല്ലാം അറിഞ്ഞ ശേഷം രാജാവിന് വീണ്ടും 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടെ കിട്ടണം അല്ലേ. എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഹിസ് ഗ്രാൻഡ് സൺ വാക്ക്ഡ് വിത്ത് 2 crutches, ഹിസ് സൺ വിത്ത് 1 ആൻഡ് ഹീ വിത്ത് നോ 1. എന്താണ്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ചെറുമകൻ 2 ഊന്നുവടികളുടെ സഹായത്തോടെയും അദ്ദേഹത്തിൻ്റെ മകൻ 1 ഊന്നുവടികളുടെ സഹായത്തോടെയും അദ്ദേഹം 1 ഊന്നുവടികളുടെ സഹായവുമില്ലാതെ തൻ്റെ സ്വന്തം കാലുകൾ കൊണ്ടും നടന്നു വന്നത്? അതായത് അദ്ദേഹം ഭയങ്കര ആരോഗ്യവാനും പ്രായമേറിയ അദ്ദേഹം ഭയങ്കര ആരോഗ്യവാനും അദ്ദേഹത്തെക്കാളും പ്രായം കുറഞ്ഞ മക്കളും ചെറുമക്കളും ഭയങ്കര പ്രായമുള്ളതുപോലെയുമാണ് നടന്നു വന്നത് അല്ലേ. അതെന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചത്. ഹിസ് ഐസ് വേർ ബ്രൈറ്റ്, ഹിസ് ടീത്ത് സൗണ്ട് ആൻഡ് ഹിസ് സ്പീച്ച് ക്ലിയർ. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വളരെ ബ്രൈറ്റ്, പ്രകാശം നിറഞ്ഞതായിരുന്നു. ഹിസ് ടീത്ത് സൗണ്ട് ആൻഡ് ഹിസ് സ്പീച്ച് ക്ലിയർ. അദ്ദേഹത്തിൻ്റെ പല്ലും സൗണ്ടും സ്പീച്ചും എല്ലാം ഭയങ്കര ക്ലിയർ ആയിരുന്നു. ദ ഓൾഡ് മാൻ റിപ്ലൈഡ് ദാറ്റ് നൗ എ ഡേയ്സ് മെൻ ഹാവ് സീസ്ഡ് ടു ലീവ് ബൈ ദെയർ ഓൺ ലേബർ. അപ്പോൾ ഈ ഓൾഡ് മാൻ റിപ്ലൈ കൊടുക്കുന്നത് എന്താണ്? Nowadays, men have ceased to live by their own labor and have depended on others. മനുഷ്യൻ ഇന്ന് തങ്ങളുടെ അധ്വാനമൊക്കെ മതിയാക്കി ഇതിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. ഡിപ്പെൻഡ്, ആശ്രയിക്കുക, ഓൺ അതേഴ്സ്, മറ്റുള്ളവരെ ആശ്രയിക്കുന്നു. ഇൻ ഓൾഡ് ടൈംസ്, പഴയ കാലങ്ങളിൽ,
ദേ ലിവ്ഡ് അക്കോർഡിംഗ് ടു ദ ഗോഡ്സ് ലോ. അവർ ജീവിച്ചിരുന്നത് ദൈവത്തിൻ്റെ നിയമം അനുസരിച്ചായിരുന്നു. പണ്ട് കാലങ്ങളിൽ അവരവർക്ക് വേണ്ടുന്നതൊക്കെ അവരവർ തന്നെ സമ്പാദിച്ചിരുന്നു. മറ്റുള്ളവർ എത്ര സമ്പാദിക്കുന്നു എന്ന് നോക്കി അതിൽ ആഗ്രഹിച്ചു നിന്നിരുന്നില്ല. ഇവിടെ ഒരു കമ്പാരിസൺ ആണല്ലേ നടത്തുന്നത്. പണ്ട് കാലത്ത് നല്ല രീതിയിൽ അധ്വാനിച്ച് ജീവിച്ചിരുന്ന മനുഷ്യരും ഇപ്പോൾ മറ്റുള്ളവരുടെ അധ്വാനത്തിൽ നിന്ന് പങ്കുപറ്റുന്നവരുടെ ഒരു കാര്യവുമാണല്ലേ പറയുന്നത്. അപ്പോൾ ഒരു കമ്പാരിസൺ ആണ്, പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ളൊരു കമ്പാരിസൺ കൂടിയിട്ടാണ് ഈ ചാപ്റ്റർ നൽകുന്ന ഒരു മെസ്സേജ്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്. താങ്ക് യു.